കൃഷ്ണകുമാറും ദിയ കൃഷ്ണകുമാറും ഇപ്പോൾ നമ്മോടൊപ്പം അതിഥിയായി ചേരുകയാണ്. ഈ കേസുമായി നിങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ഒരു വേട്ടയാടൽ ഉണ്ടായിട്ടുണ്ട്? നിങ്ങൾ ജോലി സ്ഥലത്തിരിക്കുമ്പോഴത്തേക്ക് മകൾക്ക് സ്കൂളിൽ എന്തെങ്കിലും പറ്റി, കോളേജിൽ എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് പറ്റിയാലും വേദനിക്കും. പക്ഷേ പെൺകുട്ടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പലതും ചിന്ത പോവും. ആ ഒരു പാനിക്കില്ലേ, ഇത് എത്ര ദിവസമായിട്ട് നമ്മൾ അനുഭവിക്കുന്നറിയോ? അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഇതിനകത്ത് രാഷ്ട്രീയ വേട്ടയാടലാണോ വേറെന്തെങ്കിലുമാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, എനിക്ക് നേരെയുള്ള അറ്റാക്ക് മാത്രമാണെങ്കിൽ പ്യുവർലി നമുക്ക് രാഷ്ട്രീയം എന്ന് വയ്ക്കാം. പക്ഷേ ഈ കുടുംബത്തിനെ വലിച്ചഴയ്ക്കുന്നു, അവിടെ വരുമ്പോൾ അതിനകത്ത് ജാതിക്കാട് വരുന്നു. ഇത് ആരാണ്, എന്താണ് ഇവരുടെ ഉദ്ദേശം? ഒന്നും പിടികിട്ടാത്ത, അതും ആദ്യത്തെ ഒരു 3-4 മണിക്കൂർ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മീഡിയയിൽ നല്ല ബന്ധങ്ങളുണ്ട്. ആ നല്ല ബന്ധങ്ങളുള്ള ചാനലിൽ തന്നെ എഴുതി കാണിക്കുന്നത് മുഴുവൻ ഞങ്ങളെ വളരെ വല്ലാത്ത ഒരു അവസ്ഥയിലാക്കി. ഒരു കൊള്ളക്കാരും തട്ടിപ്പുകാരും ബലാത്സംഗത്തിൻ്റെ ചാർജ് വരെ വരുന്നു. ഒന്ന് ആലോചിക്കണം, നമ്മൾക്ക് ഇന്ന് വരെ ജീവിതത്തിൽ നമ്മൾ ഒരു തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിൽ എവിടെയെങ്കിലും ഞങ്ങളുടെ പേരിൽ ഒരു കേസുണ്ടെങ്കിൽ ഓക്കെ, നമുക്കിത് ശീലമായിരിക്കും. നമുക്കിത് ഫേസ് ചെയ്യാൻ പറ്റില്ലെന്നോ ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ലെന്നല്ല. പക്ഷേ അത് നമ്മളിങ്ങനെ ആലോചിക്കട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾ ഇവരെങ്ങനെയാണ് ഇത് എഴുതുന്നത്? അല്ലെ എന്നെ ഒന്ന് വിളിച്ചു ചോദിക്കണം. ഞാനിവിടെ ഓഫീസിലിരിക്കുമ്പോൾ എനിക്ക് കോൾ വരുന്നു, കൃഷ്ണകുമാർ എന്താ സംഭവിച്ചത്, അവൻ എന്ത് പറ്റി? അപ്പോൾ ഇപ്പുറത്തെ റൂമിൽ ഞാൻ ടി വിയിൽ നോക്കുമ്പോൾ ഹെഡ്ലൈൻസിൽ കൃഷ്ണകുമാറും മകൾക്കുമെതിരെ FIR, തട്ടിക്കൊണ്ടുപോകൽ കേസിൽ, എന്നിട്ട് മറ്റ് കേസുകളെ പറ്റിയിരുന്നു ബലാത്സംഗ ശ്രമം മറ്റ്. അവിശ്വസനീയമാണ്. അതും ഇപ്പോൾ കേരളം ഇതിന് കൊമ്പുണ്ടോന്നല്ല, എങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ ധാരാളം കിട്ടിയൊരു സംസ്ഥാനമാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം നമ്മളെക്കാളും നമ്മളൊപ്പമോ നിൽക്കുന്നവരെ കൊണ്ടെങ്കിലും പക്ഷേ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം മിനിമം ബേസിക് വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണോ ഇങ്ങനെ എഴുതി കാണിക്കുന്നത്? ഇതൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുക. കാരണം ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കുന്ന റിപ്പോർട്ടറും ന്യൂസ് റീഡറുമായിട്ടാണ്. അന്നൊക്കെ നമുക്ക് തരുന്ന ട്രെയിനിങ് ഇങ്ങനെയല്ല. ഈ ഫ്ലാഷ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ് ഇതൊന്നും ഞെട്ടിക്കാറില്ല. നമുക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ തന്നെ ആദ്യമേ കൃഷ്ണകുമാർ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ആ ഇൻ്റർവ്യൂ കേൾക്കുന്ന ആൾ, ആ പറയുന്ന ആളില്ലേ, ആ പുള്ളി പറയുന്നത് മാത്രമായിരിക്കണം ഇമ്പോർട്ടൻസ്. നിങ്ങൾ ബി എ ലിസ്ണർ. എന്നിട്ട് ആ പുള്ളിക്ക് പറയാനുള്ളത് സമൂഹത്തിന് കേൾക്കട്ടെ. അതിനുശേഷം എന്തെങ്കിലും ഗ്യാപ്പ് ഒരു ഇത് വന്നാൽ കൃഷ്ണകുമാർ ഫില്ല് ചെയ്യുക. അത് വന്നു കഴിയുമ്പോൾ ചാനലായ ദൂരദർശനും കൃഷ്ണകുമാറിനും ആ പറഞ്ഞ ആൾക്കും നന്മയുണ്ടാവണം. ഇതിന് പകരം ഇന്നിപ്പോൾ എന്ത് വെച്ചാൽ ആദ്യം കിട്ടുന്ന എന്തെങ്കിലും വെച്ച് ഒരു ഒറ്റ അടി അടിച്ചു കൊടുക്കും. ഇപ്പുറത്ത് ആ എടുക്കുന്ന ആളുടെ പെയിൻ, അത് ഞങ്ങളിപ്പോൾ കുറച്ച് തിരിച്ചറിവ് കിട്ടി ദൈവാദിനം കൊണ്ട്. ഒരു സ്വയം തള്ളി പറയുകയല്ല, രാഷ്ട്രീയത്തിലും സിനിമയിലും ഇതുപോലെ ദൂരദർശനമൊക്കെ ആരംഭിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നമ്മളെപ്പറ്റി അറിയാം. പിന്നെ കുറേ കാലമായിട്ട് ബന്ധങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾക്കിങ്ങനെ വരുമ്പോൾ ഇതൊന്നുമില്ലാത്തൊരു സാധാരണക്കാർ, ഞങ്ങളൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. ഈ തെളിവുകളും ഇല്ലാതെ ഒരു പരാതിക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഭയപ്പെടുത്തുന്നത്. കാരണം ഇങ്ങനെയല്ല കേരളം പ്രവർത്തിക്കേണ്ടത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല, ഭരണത്തിലിരിക്കുന്നവർ. കാരണം ഞങ്ങൾക്ക് റിലീഫ് കിട്ടിയത് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അപ്പം അതും ഞാൻ പറയാൻ തയ്യാറാണ്. എന്തിനാണ് ഞാനൊരു മറ്റൊരു പാർട്ടി നിൽക്കുന്നത്, അതെന്തിനാണ് ഹൈഡ് ചെയ്യുന്നത്? നോ, ദാറ്റ്സ് ദ ട്രൂത്ത്. കാരണം ഗ്രാവിറ്റിയെ പറ്റി ചോദിച്ചു. ശനിയാഴ്ച രാവിലെ അറസ്റ്റിനുള്ള സംഭവങ്ങൾ റെഡിയാവുകയാണെങ്കിൽ ശനി ഞായർ കഴിഞ്ഞാലേ ജാമ്യം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ത് ചിന്തിക്കും? എവിടെ ചെന്ന് നോക്ക് ചെയ്യാമോ അവിടെയൊക്കെ നോക്ക് ചെയ്യും. ഞാൻ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നു, അവിടെ നിന്ന് റിലീഫ് കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അനുഭാവപൂർവ്വം വെരി വാം ആയിട്ട് സംസാരിക്കുന്നു. ഡോണ്ട് വറി, എനിക്ക് നിങ്ങളുടെ കുടുംബത്തെ അറിയാം, ഇഷ്ടമാണ്, വിശ്വാസമാണ്. ഇത്തരം വാക്കുകളൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിലീഫുണ്ട്. അപ്പോൾ ചിലർ പറയും, കൃഷ്ണകുമാർ നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് അങ്ങനെ പറയാം. സത്യം ഒന്നേ ഉള്ളൂ, അത് പറയാൻ പഠിക്കുക. ഇതിനകത്ത് ജാതി കാർഡ് എടുത്തിടുന്നു, മറ്റു കാര്യം. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കുടുംബത്തെപ്പറ്റി അറിയാത്ത ഏതോ വിവരം കെട്ടൊരു ലോയറാണ് ഇവരുടെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച് ഇവരുടെ ജീവിതം കുട്ടിച്ചോറായിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇവളുമായിട്ടുള്ള ബന്ധം ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ എല്ലാം ഇന്ന് തെളിവായിട്ട് കിടക്കുക. ഇവളുടെ ഓരോ ഫംഗ്ഷനും സ്വന്തം പെങ്ങന്മാരെ പോലെ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. സ്വാഭാവികം പോലീസിന് കേസ് എടുക്കേണ്ടി വരും. ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിച്ചാൽ, കാരണം എൻ്റേത് ഒരു ഫിനാൻഷ്യൽ ഒരു ഫ്രോഡിൻ്റെ കേസാകുമ്പോൾ അത് അവർക്ക് അന്വേഷിക്കണം, ടൈം എടുക്കും. അതേസമയം ഒരു പെൺകുട്ടികൾ കൊണ്ടുവന്ന് പോയിട്ട് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ പോലീസിന് കേസെടുത്തേ പറ്റൂ. അതെ, അതുകൊണ്ട് ഞാൻ ഈ പോലീസ് സേനയെ നമ്മൾ ഒന്നടങ്കം കുറ്റം പറയാൻ പാടില്ല. കാരണം അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. പക്ഷേ നമ്മളെ ഈ അറസ്റ്റിലോട്ട് വരുന്നത് എന്തുകൊണ്ടായിരുന്നു എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അത് അവർക്കും ആലോചിക്കാം. അവരും എൻ്റെ കാര്യം കൂടി ഒരു തീരുമാനമായിട്ടാകാമായിരുന്നു. അവിടെ നമ്മൾ സംശയിച്ചു എന്തോ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഉള്ളതുപോലെ തോന്നിപ്പോയി. അതും നമ്മൾ കാണാത്തതുകൊണ്ട് ഇന്ന ആളല്ല ഇന്ന പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. സംശയം ആർക്കും തോന്നാം, സംശയം ശരിയാവണമെന്നില്ല. മക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കും, സംശയം തോന്നി എന്ന് പറഞ്ഞത് നമ്മൾ പറയരുത്. അത് ചിലപ്പോൾ ഒന്നും അറിയാത്ത ഒരാളെ പറ്റിയായിരിക്കും പറയുന്നത്, അവർക്ക് എന്തുമാത്രം ഡാമേജ് വരും.
ഈ കുട്ടികളെ പറ്റി ഞങ്ങൾ ഒരിടത്തും കേസ് കൊടുത്തില്ല, ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങൾ ഇവരുടെ അടുത്ത് കോംപ്രമൈസിന് പോയി. ഇവർ ഇത് വെളിയിൽ കൊണ്ടിരുന്നത് വരെ ഞങ്ങൾക്ക് ഈ വീഡിയോസ് മുഴുവൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴും ആലോചിക്കുന്നത് എന്താ, നിങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്, ഞങ്ങൾക്ക് 4 പെൺകുട്ടികളാണ്. നിങ്ങളുടെ മകളെപ്പറ്റി ഒരു ആരോപണം വരുന്നാൽ അറിയാത്ത സമയം നിങ്ങൾക്കുണ്ടാകുന്നൊരു പെയിൻ, എന്നാൽ നിങ്ങളൊരു ട്രസ്റ്റ് വർത്തി ഒരു മനുഷ്യനാണ്, ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു ജോലിയിൽ നിൽക്കുകയാണ്. അതേപോലെ ഞങ്ങൾ ആലോചിച്ചു, ആ കുട്ടികളുടെ മാതാപിതാക്കൾ അറിഞ്ഞുപോലും ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞാൽ അവർക്കുണ്ടാകുന്നൊരു ആഘാതം എന്തായിരിക്കും. പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് നിൽക്കക്കളിയില്ലാത്തൊരു രീതിയിൽ അവർ കൊണ്ട് ഞങ്ങളെ ചാടിച്ചു. അങ്ങനെ വരുമ്പോൾ പിന്നെ എന്തെന്ന് വെച്ചാൽ മനുഷ്യനാണ്, വാശിയും വൈരാഗ്യവും ഒക്കെ വർക്ക് ചെയ്യും. അവരെ നമ്മൾ ഏതൊക്കെ രീതിയിൽ നിയമത്തിൻ്റെ ഇതിനകത്ത് നിന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമോ അങ്ങേ അറ്റം വരെ നമ്മൾ പോകും. പക്ഷേ ആ പ്രതിസന്ധിയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? നമ്മുടെ പൂർവ്വകാല പ്രവൃത്തികൾ, അതായത് നമ്മൾ ജീവിച്ചു വന്നത് എങ്ങനെയാണ്. കാരണം ഞാനിപ്പോൾ എൻ്റെ പ്രായം 56 വയസ്സാണ്. ഞാൻ ദൂരദർശനിൽ കയറി അവിടുന്ന് തൊഴിൽ തുടങ്ങിയിട്ട് 36 കൊല്ലം ഈ രംഗത്ത് നിൽക്കും. അപ്പോൾ എൻ്റെ കൂടെ വളർന്നവരുണ്ട് ഈ ഭൂമിയിൽ. പിന്നെ നമ്മൾ ഇതുവരെ ചെയ്തത് നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെ ഒരു പറയാൻ പറ്റുമെന്നറിയില്ല, ഡിവൈൻ ഒരു നമ്മുടെ ചുറ്റും ഒരു ഓറ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മുടെ പ്രവർത്തികൾ അനുസരിച്ചാണ്. അതുകൊണ്ട് എപ്പോഴും പറയും നമ്മുടെ റെപ്യൂട്ടേഷനെ കാത്തു സൂക്ഷിച്ചോണം. പിന്നീട് ഒരു പ്രശ്നം വരുമ്പോൾ ഈ റെപ്യൂട്ടേഷൻ വിൽ ഹെൽപ്പ് യു. പിന്നെ കീപ്പ് ഓൺ ഹെൽപ്പിങ്. ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ഇടപെടുക, സഹായിക്കുക. ആ സമയം നമുക്കും ഇതുപോലെ വരും. ഞാൻ ഇതിനകത്ത് ഒരു രാഷ്ട്രീയം എൻ്റെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരാളെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചോ നിങ്ങൾ നോക്കുക. എല്ലാവരും വിളിച്ചു. നമുക്കിടുന്ന 2 മന്ത്രിമാരുണ്ട്. സുരേഷ് ഏട്ടൻ എന്നെ വിളിച്ചു, ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ, എല്ലാം. ഞാൻ പറഞ്ഞു വിളിച്ചതിൽ സന്തോഷം. തൽക്കാലം ഇതിനകത്ത് ആരും ഉൾപ്പെടുത്തുന്നില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു ചീറ്റിംഗ് കേസാണ്. അപ്പം ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ നോക്കുന്നത്. ആരെ വിളിച്ചാലും വരുമല്ലോ. അപ്പോൾ നമ്മുടെ നിയമത്തിൽ എന്താ, പോലീസുണ്ട്, പോലീസ് എന്ത് പറഞ്ഞു, അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മളെന്താ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ അവിടെ ചെന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ നോക്കൂ, കൃത്യമായി തിരിഞ്ഞു വന്നിരിക്കുന്നു. കേരള സമൂഹത്തിൻ്റെ മെച്യൂരിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. കാരണം സാധാരണ ഇവിടൊക്കെ ഏതെങ്കിലും പോസ്റ്റ് ഇട്ടാൽ തന്നെ ഞങ്ങൾ എന്തായാലും പോസ്റ്റ് ഇടാൻ 50-50 അല്ലെങ്കിൽ ഒരു മാറി വരും. കുറേ പേര് നല്ലത് പറയും, കുറേ പേര് മോശം പറയും. ഇത് ഞങ്ങളെല്ലാ വീഡിയോസിൻ്റെ താഴെ ഞാൻ കമൻസ് വായിക്കാൻ കുറേ സമയമെടുത്തു. കാരണം രസിച്ചു. കാരണം എന്തോ ഒരു സ്ട്രെങ്ത് ആണെന്നറിയത്. അവിടെ തൊട്ട് മീഡിയയും പലരും തിരിച്ച് പറഞ്ഞവർ മാറ്റി പറയേണ്ടി വന്നു. പ്രഷറൈസ്ഡു, അവരെ അങ്ങനെ ആക്കി കളഞ്ഞു. പക്ഷെ അതിലൊക്കെ ദൈവത്തോട് നന്ദി പറയുന്നു. ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഈ കേരള സമൂഹം എന്ന് പറഞ്ഞ് ജാതിഭേദം രാഷ്ട്രീയ ഭേദമന്യേ സപ്പോർട്ട് ചെയ്തില്ലേ, അത് ജനം മനസ്സിലാക്കും. അതങ്ങനെയാണ് മെച്യൂരിറ്റിയും പക്വത വരിക കേരള സമൂഹത്തിന്. വളരെ സന്തോഷം. കാരണം ഈ ജാതി കാർഡ്, മതത്തിൻ്റെ കാർഡ്, രാഷ്ട്രീയമൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെ പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് സംശയം തോന്നുന്നില്ല, അതെന്തുകൊണ്ടായിരിക്കാം, മറ്റൊരാൾ പ്രഷർ ഇടുന്നുണ്ടല്ലേ. ഞാനും ഇടാൻ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ അവസ്ഥ. നമ്മളതുകൊണ്ട് ഒരു അൺബയസ്ഡ് ആയിട്ട് പോകണം എപ്പോഴും. പ്രത്യേകിച്ച് യൂണിഫോമിൽ നിൽക്കുന്നവർ വളരെ കൃത്യതയോടെയും കുറച്ച് അവർ ആലോചിക്കണം. അവരെ കുറ്റം പറയില്ല. കാരണം വെച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ടൈമിംഗ് ഒന്നുമില്ല. അവരെപ്പോൾ കിടക്കുന്നു, എപ്പോൾ എണീക്കുന്നു, കോൾ വന്ന് അവിടെ പോകുന്നു. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് അവർക്ക് നല്ലത് വരട്ടെ. എന്തായാലും കാര്യങ്ങൾ തിരിഞ്ഞ് ഞങ്ങൾക്ക് നല്ലതായിട്ട് വരുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങളെ സഹായിച്ച എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു, ഞാനും കുടുംബവും. ഞാൻ സത്യം പറഞ്ഞാൽ അവരോട് ഈ കോള് അവർ ഈ റെക്കോർഡ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ വരെ, ഈ കോള് റെക്കോർഡ് ചെയ്യുന്നത് ഏകദേശം ഒരു വെളുപ്പാങ്കാലത്തെ 3 മണിയോളം വരും. അതിന് മുന്നേയും ഞാൻ ഇവരോട് സംസാരിക്കുന്നുണ്ട്. ആ കോളിൽ ഞാൻ കരയുന്നുമുണ്ട്. പക്ഷെ അവർ അഫ്കോഴ്സ് അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. കാര്യം ഞാൻ കരയുന്നത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സിമ്പതി വോട്ട് വല്ലതും കിട്ടിയാലോ എന്ന് വെച്ചിട്ടായിരിക്കും, എനിക്കറിയില്ല. ഞാൻ അവരോട് കരഞ്ഞാണ് ചോദിച്ചുകൊണ്ടത്, നിങ്ങൾ എത്ര രൂപയാണ് എന്നെ പറ്റിച്ചത്, ദേവി ഇത് പറയണം. കാരണം ഇതിപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് അഫ്കോഴ്സ് പോലീസ് സ്റ്റേഷനിലോട്ടാണ് ഫസ്റ്റ് പോകാൻ പോകുന്നത്, അതിനുശേഷം കോടതി. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പണി വരും, എനിക്ക് നിങ്ങൾക്ക് പണി കിട്ടണം എന്നില്ല, പ്ലീസ് സത്യം പറ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡും ഫോൺ മേടിക്കുന്നുണ്ടായിരുന്നു. പുള്ളിയും പറഞ്ഞു, മാന്യമായിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്, വൈഫ് പ്രഗ്നൻ്റ് ആണ്, ഇത്രയും പ്രഷർ എടുക്കാൻ പറ്റില്ല, ദയവ് ചെയ്ത് ഈ പുള്ളിക്കാരോട് സത്യം പറ. ഇത്ര ചോദിച്ചിട്ട് ഇവർ സത്യം പറയുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഫോണിൽ ഒരു US ഒരു റീസെല്ലറിൻ്റെ മെസ്സേജ് വരുന്നതും, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉഭയോസിയായിട്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഒരു 60,000 അടുപ്പിച്ച് പൈസ മേടിച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചത് ഏതിലോട്ടാണ് ഈ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നത്, സ്ക്രീൻഷോട്ട് അയക്കാവോ അല്ലെങ്കിൽ ചാറ്റ് റെക്കോർഡിങ് കാണിക്കാവോ. ചാറ്റിൻ്റെ കോൺവെർസേഷൻ മുഴുവൻ കാണിക്കുന്നത് എൻ്റെ ഓഫീസ് ഫോണിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത്. ഓഫീസ് ഫോൺ ഡീൽ ചെയ്തിരുന്നത് വിനിതയാണ്. അത് ഈ വിനിത എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി വളരെ ചിന്തിച്ച് തന്നെയാണ് പല കള്ളത്തരവും ചെയ്യുന്നത്. കാര്യം പുള്ളിക്കാരി കൊടുത്തേക്കുന്ന ഫോൺ നമ്പർ പോലും കൂട്ടത്തിലെ മറ്റേ ആളുടേതാണ്, ദിവ്യ ഫ്രാങ്ക്ലിൻ്റെത്. വിനിതയുടെ നമ്പർ പോലും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുന്നില്ല. കാര്യം നാളെ ഒരു ദിവസം പൂട്ടേണ്ട വന്നാൽ ദിവ്യ പോട്ടെ എന്നുള്ളൊരു തോട്ടായിരിക്കാം. അത് അവർ തമ്മിലുള്ള അത് അവരുടെ ഡിസ്കഷനാണ്, എനിക്കറിയില്ല. അപ്പോൾ
ഒരുപാട് കരഞ്ഞതിന് ശേഷമാണ് ഈ ഒരു മെസ്സേജും കൂടെ എനിക്ക് കിട്ടുന്നത്, ഇത്രയും വലിയ എമൗണ്ട് പോയി എന്നുള്ളത്. അവിടെ എൻ്റെ വിഷമം മാറി ദേഷ്യമായി. അതൊരു സാധാരണ ഒരു മനുഷ്യന് തോന്നുന്നതായിരിക്കാം. വിഷമത്തിൽ നിന്ന് ദേഷ്യത്തിലോട്ട് മാറിയ എൻ്റെ ഒരു ടോണായിരുന്നു കോളിനകത്ത് നിങ്ങൾ കേൾക്കുന്നത്. അതിനാണ് ഞാൻ വീണ്ടും അവരോട് ചോദിച്ചത്. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം ചോദിച്ചു, എത്ര എടുത്തു, മാന്യമായാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവരോട് ചോദിച്ചതാണ്. പക്ഷേ അപ്പോൾ എൻ്റെ സൗണ്ട് റേസ് ആയപ്പോൾ അത്രയും നേരം മിണ്ടാതിരുന്ന അവർ തട്ടി ഇത് എടുത്തു എന്നുള്ളത് പറയുന്നുണ്ട്, സോറി പറയുന്നുണ്ട്, അവരെല്ലാം ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അവസാനം ഈ കോൾ എങ്ങനെയെങ്കിലും കട്ട് ചെയ്യാനായിട്ട്, ഈ കോളിൻ്റെ എൻ്റെ അവർ റെക്കോർഡ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. കാരണം റെക്കോർഡ് ചെയ്താൽ അവർക്ക് വീണ്ടും പണി വരും. കാര്യം അതിനകത്ത് അവരിങ്ങോട്ടാണ് പറയുന്നത്, നാളെ രാവിലെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ ക്യാഷും കൊണ്ട് നമ്മൾ ചേച്ചിയുടെ ഫ്ലാറ്റിലോട്ട് വരാം എന്നാണ് പറയുന്നത്. ഈ വന്നവരെയാണ് നമ്മൾ തട്ടിക്കൊണ്ട് പോയി എന്നവർ ഈ പറയുന്നത്. അവരായിട്ട് ഇങ്ങോട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി നമ്മുടെ ഫ്ലാറ്റിലോട്ട് വന്ന് കയറിയതാണ്. ഇവരെന്താ കൊണ്ടുവന്നേക്കുന്നത്, വേറെ വല്ല തട്ടിപ്പാണോ എന്ന് അറിയാനാണ് ഞാൻ താഴെ പോയിരുന്നത്. അപ്പോൾ ഞാൻ രാത്രി സ്റ്റോറിയൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ഫാമിലിയിൽ എല്ലാവരും. അപ്പോൾ ഞാൻ കരഞ്ഞു എന്നുള്ളതും അശ്വിൻ പറഞ്ഞ് ഇവരൊക്കെ അറിഞ്ഞായിരുന്നു. എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ അമ്മയും ചേച്ചിയും അവിടെ വന്ന് കയറിയതാണ്. ഞാൻ അവരെ വിളിച്ചത് കൂടിയല്ലായിരുന്നു ആ സമയത്ത്. അവർ വന്നപ്പോഴാണ് ഇവരെ 3 പേരെയും കാണുന്നത്. കണ്ട ഉടനെ എന്നോട് ചോദിച്ചു, ഇവരെന്താ ഇവിടെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, അമ്മ ഇതാണ് കാര്യം, എനിക്ക് ഇനി ഹെൽപ്പ് വേണം, എനിക്കത് ഒറ്റയ്ക്ക് പറ്റുന്നില്ല, അച്ഛനെയും കൂടെ അറിയിച്ചു, എനിക്കിവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കാര്യം ഇവർ കള്ളം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഫാമിലി മുഴുവൻ അവിടെ വരുന്നതും ഇടപെടുന്നതും ഇവരോട് ചോദിക്കുന്നതും. അതിനുശേഷം അവിടെ ഒരു ബഹളം വന്നിട്ട് സെക്രട്ടറി നമ്മളോട് പറയുന്നു, വേറെ എങ്ങോട്ടെങ്കിലും മാറിയിരുന്ന് സംസാരിക്കണം, ഇവിടെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. നമ്മൾ അച്ഛൻ്റെ ഓഫീസിലോട്ട് പോകുന്നു. ഇവരെങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു, ഓട്ടോ പിടിച്ച് ഇതിനകത്ത് 2 പേര് വന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു, ശരി, ഇപ്പോൾ ഓട്ടോ നിങ്ങൾ പിടിക്കാൻ നിൽക്കണ്ട, നമ്മുടെ കാറിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞ് എൻ്റെ ചേച്ചിയുടെ കാറിൽ 2 പേര് കയറി. മറ്റൊരാൾ എനിക്ക് തോന്നുന്നു സ്കൂട്ടറിലോ ബൈക്കിലോ എങ്ങനെയാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം ഞാൻ അവസാനമാണ് പോയത്. ഇവരെല്ലാവരും ഇറങ്ങിയ സമയത്ത് ഞാൻ മേളിൽ ബാത്റൂമിൽ പോയിരുന്നു, എനിക്ക് വയറ് വയ്യായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്ക് എല്ലാവരും പോയി കഴിഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കാറിൽ കയറി അച്ഛൻ്റെ ഓഫീസിൽ പോകുന്ന ഫുട്ടേജും ഈ CCTVക്കകത്തുണ്ട്. ഇപ്പോൾ ഒരു റിലീഫുണ്ട്. ഒരു ടെൻഷനും സംഭവങ്ങളും ഒക്കെ ഒന്ന് മാറി കിട്ടിയത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ്. കാര്യം ഇന്നിപ്പോൾ കണ്ണ് തുറന്നപ്പോൾ തൊട്ട് കേരളം മൊത്തം സത്യം പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പേരിൽ വന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് സ്ലോലി. അതിന് മീഡിയക്കാരെയും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും എനിക്ക് താങ്ക് ചെയ്യണം. കാര്യം ഈ ഒരു കാര്യത്തിൽ ഒരാൾ പോലും എൻ്റെ അഗേൻസ്റ്റ് നിന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും സത്യം എന്താണെന്ന് അറിയണം, എല്ലാവർക്കും തെറ്റ് ചെയ്തവരെ പണിഷ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു തോട്ടിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഓഫ്കോഴ്സ് തെളിവ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് എല്ലാവർക്കും അത് കാണാൻ പറ്റുന്നുണ്ട്. ഓഫ്കോഴ്സ് കേരളത്തിലുള്ള എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരും നമ്മളെ പോലെ തന്നെ കോമൺ സെൻസ് ഉള്ളവരാണ്. ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് പോലെ തന്നെ പോസിറ്റീവായിട്ട് നമുക്കും ഒരു വിധി വരട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഇരിക്കുന്നു. ക്യാമറാമാൻ സുരേഷിനൊപ്പം അൻഫ്രിഡ്.